നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ എ സമ്പത്ത് MP. നമസ്കാരം. താങ്കളുമായി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് താങ്കളുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അരുവിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതുകൊണ്ടാണ്. അരുവിക്കര മണ്ഡലം, ആ മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അടുത്ത കാലത്തായി UDFനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഒരു UDF നേതാവ് പറഞ്ഞത് UDFൻ്റെ പൊന്നാപുരം കോട്ട എന്നാണ്. എന്തു പറയുന്നു ആ മണ്ഡലത്തെ പറ്റി? പഴയ ആര്യനാട് നിയോജക മണ്ഡലമാണ്. അതെ, ആര്യനാട് നിയോജക മണ്ഡലം അതിൻ്റെ പേര് മാറി അരുവിക്കരയായി ചെറിയ മാറ്റങ്ങളോടുകൂടി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇന്ന് മണ്ഡലത്തിലെ രാഷ്ട്രീയമായ അവസ്ഥ എന്നത് ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 16ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഒരു വർഷം മുമ്പ് നടന്ന ആ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് ആധാരമായി എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഈ വോട്ടിംഗ് പാറ്റേണും കൂട്ടലും കിഴിക്കലും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്ന ഒടുവിലത്തെ കാര്യം. 153 ബൂത്തുകളാണ് ഞാൻ മത്സരിക്കുമ്പോൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത് 153 ബൂത്തുകളായിരുന്നു. ഈ 153 ബൂത്തുകളിൽ ബഹുഭൂരിപക്ഷം ബൂത്തുകളിലും LDF ആണ് ലീഡ് ചെയ്തത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 4163 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. അതൊരു ചരിത്ര സംഭവമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ UDF നേതാക്കന്മാരെല്ലാം പറയുന്നത് പോലെ അവർക്ക് ഈ LDFൻ്റെ മുമ്പിൽ ഒരു ബാലികേറ മല പോലെയെല്ലാം അവർ പലപ്പോഴും പറഞ്ഞിരുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. അതങ്ങനെ അല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ട് 12 മാസമേ ആയിട്ടുള്ളൂ. ഡോക്ടർ സമ്പത്ത്, ഞാൻ ചോദിക്കട്ടെ, അത് ഒരു ഒറ്റപ്പെട്ട തെരഞ്ഞെടുപ്പ് വിധിയായും ചിത്രീകരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്തുകൂടെ? അത് ഒറ്റപ്പെട്ടതാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? അതൊരു ഒറ്റപ്പെട്ട തെരഞ്ഞെടുപ്പ് വിധിയല്ല. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. 14ാം ലോക്സഭയിലേക്ക് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് സഖാവ് വർക്കല രാധാകൃഷ്ണനാണ്. അദ്ദേഹം മത്സരിച്ച് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുമ്പോൾ അദ്ദേഹത്തിന് 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് ലോക്സഭാ മണ്ഡലത്തിൽ. ആ ലോക്സഭാ മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അത് ചിറയിൻകീഴാണ്. അന്ന് ചിറയിൻകീഴാണ്. മണ്ഡലത്തിൻ്റെ ഘടനയിൽ ചെറിയ വ്യത്യാസം അതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം മത്സരിക്കുന്നത് ശ്രീ തലക്കുന്നിൽ ബഷീറിനെതിരായിട്ട് LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് 1996-ലാണ്, 11ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് എനിക്ക് ലഭിച്ചതും ഏതാണ്ട് 1,00,000 വോട്ടുകളുടെ ലീഡാണ്. 48,500 വോട്ടുകളുടെ ലീഡാണ് എനിക്ക് ലഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഞങ്ങൾക്ക് ഈ ആര്യനാട് നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങൾക്കൊരു വ്യക്തമായ മേൽക്കൈ നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പുറകിലാണ്. അന്ന് ഞാൻ ജയിക്കുമ്പോഴും ആലോചിച്ച് നോക്കുക, 1,00,000 വോട്ടുകൾക്ക് ജയിക്കുന്ന LDF സ്ഥാനാർത്ഥി ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 2,000 വോട്ടുകൾക്ക് പുറകിൽ നിൽക്കുക. അതെ, ആ ചരിത്രമുള്ള ആ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് യാദൃച്ഛിക പ്രതിഭാസമായിട്ടല്ല കണ്ടുകൂടെ? അല്ല, അത് ഞാൻ എന്തുകൊണ്ടാണ് ചന്ദ്രശേഖരനോട് അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഞാനാണ് സ്ഥാനാർത്ഥി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനെ 15ാമത് ലോക്സഭയിൽ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച പാർലമെൻറ്റ് അംഗം MP ഞാനായിരുന്നു 5 കൊല്ലക്കാലം. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കുമ്പോഴും ഈ അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ എനിക്ക് ലീഡ് നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ രണ്ടാമത് സിറ്റിംഗ് MP തന്നെ വീണ്ടും മത്സരിക്കുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ അവിടെ LDFൻ്റെ ലീഡ് വർദ്ധിക്കുകയാണ്. 2,000 വോട്ടുകൾക്ക് പുറകിൽ നിന്നിരുന്നൊരു മണ്ഡലത്തിൽ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 10,000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4,163 വോട്ടിൻ്റെ ലീഡ് നേടുക എന്നുള്ളതും അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകൾ 8 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ആ 8 ഗ്രാമപഞ്ചായത്തുകളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 5 ഗ്രാമപഞ്ചായത്തുകളിലും LDF ആണ് നല്ല ലീഡ് നേടിയത്. 2 ഗ്രാമപഞ്ചായത്തുകളിലാണ് UDFന് കാര്യമായ ലീഡ് നേടാൻ കഴിഞ്ഞത്. ഒരു ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് നെക്കായിട്ടുള്ള റേസായിരുന്നു. വലിയ വ്യത്യാസം LDFും UDFും തമ്മിലില്ല. ഇതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ഘടന എന്നുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പുകൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെ പരിഗണിക്കാനായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഗ്രാമപഞ്ചായത്തുകളുടേത്, അത് ജില്ലാ പഞ്ചായത്തുകളുടേത് ഒക്കെ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ ഇന്നത്തെ ജനങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളെ കാണുന്നത് എന്നുള്ളതിൻ്റെ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിലത്തേതാണ്. അതേ വോട്ടർ പട്ടിക വെച്ച് തന്നെയാണ് ഏതാണ്ട് പുതിയ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്നത്. ബൂത്തുകളുടെ ഘടനയിലും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എന്ന് മാത്രമല്ല,
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് RSP വിട്ടുപോയത് കൊണ്ട് വലിയ ദോഷം സംഭവിക്കുമെന്ന് UDF അങ്ങനെ പ്രചരിപ്പിച്ചിരുന്ന RSPയും പറഞ്ഞിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഒരു കാലത്ത് RSPയുടെ മണ്ഡലമായിരുന്നു. RSP അവിടെ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പണ്ട് ബഹുമാന്യനായ സഖാവ് K. പങ്കജാക്ഷൻ LDFിൻ്റെ മന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹം RSP നേതാവ്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അവിടെ വിജയിച്ചതാണ്. അദ്ദേഹം അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് RSPയുടെ ഓരോ സ്ഥാനാർത്ഥികളും വന്നാൽ ആർക്കും പരിചയമില്ലാത്തൊരു സ്ഥാനാർത്ഥി വരുന്നു, മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു, പോകുന്നു. വീണ്ടും ഒരു സ്ഥാനാർത്ഥി വരുന്നു, മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു, പോകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു സ്ഥാനാർത്ഥി വരുന്നു, മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു, പോകുന്നു. ആർക്കും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെപ്പറ്റി മുമ്പേ അറിഞ്ഞുകൂടാത്തൊരു നിലയിലും ഒക്കെയാണ് സ്ഥിതി. പക്ഷേ RSP തന്നെ UDFിലെ എതിരായിട്ട് LDFിലെ ഘടകകക്ഷിയായി മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ LDF പരാജയപ്പെട്ടത് വെറും 2000 വോട്ടിനാണ്. അതുകൂടി കണക്കാക്കണം. LDFിലെ ഘടകകക്ഷി ആയിരുന്ന RSPയുടെ സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ച് അന്നത്തെ UDF സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് വെറും 2000 വോട്ടിനാണ്. അതുകൊണ്ട് ഇതൊരു UDFിൻ്റെ കുത്തക മണ്ഡലമാണ് എന്നൊന്നും അവകാശപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ LDF നേടിയത് ഒരു അപൂർവമായ ഒരു തിളക്കമുറ്റ വിജയമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ആ വിജയം ഒരു രാഷ്ട്രീയ വിജയമായിരുന്നോ അതോ സമ്പത്ത് എന്ന അംഗീകരിക്കപ്പെട്ട ഒരു MP മത്സരിക്കുന്നു, താരതമ്യേന പുതുമുഖമായ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന കാര്യത്തിലെങ്കിലും പുതുമുഖമായ ഒരു UDF നേതാവുമായി ബിന്ദുവുമായി ഏറ്റുമുട്ടുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വ്യക്തിഗത ഘടകങ്ങൾ കൂടി ചേർന്ന് തീർച്ചയായും അതുണ്ടാകാം. അങ്ങനെ ഒരു വിജയമായിരുന്നോ അല്ല രാഷ്ട്രീയ ചേരുവകൾ ഉള്ള രാഷ്ട്രീയമായൊരു വിധിയെഴുത്താണ് അരുവിക്കര മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മനോനില LDFിന് അനുകൂലമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നൊരു വിജയമാണ് എന്ന് പറയാൻ കഴിയുമോ? നിശ്ചയമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഫലം എന്നുള്ളത് രാഷ്ട്രീയമായ വിധിയെഴുത്താണ്. ഞങ്ങൾ 15ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് LDFിൻ്റെ MPമാർ CPIMൻ്റെ 4 പേർ മാത്രമാണ് വിജയിച്ചത്. സഖാവ് P. കരുണാകരനും PK ബിജുവും MB രാജേഷും സമ്പത്തും 4 പേരെ ഇവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളൂ. ആ 4 പേർ വിജയിച്ചെടുത്ത് കേരളത്തിൽ LDFിൻ്റെ 8 MPമാർ വിജയിക്കുകയുണ്ടായി. LDFിൻ്റെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർ ഉൾപ്പെടെ 8 പേർ വിജയിക്കുകയുണ്ടായി. ഈ 8 പേർ വിജയിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ 4 സീറ്റ് നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണ്. അഖിലേന്ത്യാ തലത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന കേരളത്തിലും ഈ സംസ്ഥാനത്തടക്കം അധികാരത്തിലുള്ള ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ 4 സീറ്റുകൾ ഔദ്യോഗിക വക്താവടക്കം പരാജയപ്പെടുന്ന നിലയിലേക്കാണ് എത്തിയത്. ഞങ്ങളാണ് 4 സീറ്റ് അധികം നേടിയത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി ഒരു ഘടകം തന്നെയാണ്. പക്ഷേ സ്ഥാനാർത്ഥി ഒരു ഘടകമാണെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ സ്ഥാനാർത്ഥിയുടേതായിട്ടുള്ളൊരു വെയിറ്റേജ് ഉണ്ടെന്നുള്ളത് സമ്മതിക്കുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ഒരു നല്ല സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ KPCC പ്രസിഡൻറ്റിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയും ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ വളരെ വിശ്വസ്തയായിട്ടുള്ള ഒരു നേതാവും കൂടിയാണ്. അവതരിപ്പിച്ച സ്ഥിതിയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് വന്നു. സമ്പത്ത് ചിലപ്പോൾ തോറ്റുപോകും എന്ന പ്രചാരണം വരെ മാധ്യമ വാർത്തകൾക്കും നിരീക്ഷകർക്കും ഒക്കെ ഒരു വിഷയമായി മാറിയിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം LDF, UDF, BJP എന്നൊക്കെ സ്ഥാനാർത്ഥികളെല്ലാം പരിചയപ്പെടുത്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയെ പൊലിപ്പിച്ച് കൊണ്ടുവരും. തെരഞ്ഞെടുപ്പ് അടുത്തോട് വരുമ്പോഴത്തേക്ക് ഇത് ഈ മാധ്യമപ്രവർത്തകരുമായി എനിക്ക് അടുത്ത ചങ്ങാത്തമുള്ളത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ തീരെ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഇത് വളരെ കടുത്ത മത്സരത്തിലേക്ക് പോവുകയാണ്, വളരെ നെക്കാണ്. ഇത് അവരിങ്ങനെ പറഞ്ഞ് ഇതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അതിന് പല താല്പര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് മാധ്യമങ്ങൾക്ക് ഒരുപാട് കച്ചവട താല്പര്യങ്ങളുണ്ട്. ആ കച്ചവട താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് പെയ്ഡ് ന്യൂസുണ്ട്. പെയ്ഡ് ന്യൂസുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ പോലും ഈ പെയ്ഡ് ന്യൂസിൻ്റെ പ്രായോജകരായി മാറിയിട്ടുള്ള ആളുകളുണ്ട്. മാധ്യമങ്ങൾ എന്ത് പറഞ്ഞിരുന്നാലും ജനങ്ങൾക്ക് രാഷ്ട്രീയമായ കൃത്യമായ ഒരു തീരുമാനം അവരെടുത്താൽ ആ തീരുമാനം
ഒരു മാധ്യമത്തിന് എത്ര ലക്ഷം പ്രചാരമുണ്ടെന്ന് പറഞ്ഞാലും എത്ര ലക്ഷം ഭവനങ്ങളിൽ പ്രേക്ഷകരുണ്ടെന്ന് പറഞ്ഞിരുന്നാലും കാണുന്നതെല്ലാം വിശ്വസിക്കാനും കേൾക്കുന്നതെല്ലാം അപ്പടി വിശ്വസിക്കാനും വായിക്കുന്നതെല്ലാം അപ്പടി തന്നെ ഉൾക്കൊള്ളാനും അത് ദഹിക്കുന്ന കൂട്ടരല്ല കേരളത്തിലെ സാധാരണ ജനങ്ങൾ. പിന്നെ അവരിത് കാണുന്നു ആസ്വദിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് അവരുടെ ചിന്ത അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ എന്താണ്? വിലക്കയറ്റം, തൊഴിലില്ലായ്മ, നാട്ടിലെ ക്രമസമാധാന നില, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ, ഭീകരമായ അഴിമതി, ഭൂമി അടക്കം പിടിച്ചുപറിക്കാൻ വേണ്ടി നടത്തുന്നതായിട്ടുള്ള പരിശ്രമങ്ങൾ, കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തുന്ന ക്രൂരമായ വേട്ടയാടലുകൾ, അവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട മതനിരപേക്ഷ പാർട്ടികൾ ആ പാർട്ടികളിൽ അവർ വഹിക്കുന്നതായിട്ടുള്ള പങ്ക് എന്തെന്ന് വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷം വഹിക്കുന്ന പങ്കാണ് വാസ്തവത്തിൽ ഇതിൽ ഏറ്റവും മുൻഗണന നൽകുന്നത്. അവരാണ് വാസ്തവത്തിൽ ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ളത്, ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്, ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലാതെ കേരളത്തിന് മറ്റൊരാശയില്ല, മറ്റൊരു പ്രതീക്ഷയില്ല, മറ്റൊരു മാർഗവുമില്ല. ഈ അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ CPIMൻ്റെ സ്ഥാനാർത്ഥി വിജയകുമാറാണ്. തിരുവനന്തപുരം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മനുഷ്യൻ, ഈ ഒരു സഖാവ്, ഈ ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹം മന്ത്രിയായിരിക്കുകയും സ്പീക്കറായിരിക്കുകയും MLA ആയിരിക്കുകയും ചെയ്തിട്ടുള്ളപ്പോൾ മാത്രമല്ല, അല്ലാതെ തന്നെ ഇടപെട്ടിട്ടുള്ള നിരവധി വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ വിരൽപ്പാടുകൾ ഈ കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയുടെയും തലസ്ഥാന ജില്ലയുടെയും വികസനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത് ഇങ്ങനെ കാലതാമസം ഉണ്ടാക്കിയതിൽ UDFൻ്റെ നേതാക്കന്മാർക്കും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും പങ്കുണ്ട്. അവരടക്കമുള്ള ചർച്ചയിൽ വേണമെങ്കിൽ ഞാൻ പറയാം, ശ്രീ AK ആൻ്റണി അടക്കമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വിഴിഞ്ഞം പദ്ധതി അത് കാലതാമസം ഉണ്ടാക്കാനും കഴിയുമെങ്കിൽ അട്ടിമറിക്കാനും കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് ഗവൺമെൻറ്റിന് കൂടുതൽ നിയന്ത്രണമുള്ളൊരു പദ്ധതിയായി ഇത് വരാതിരിക്കാനും വേണ്ടി ബോധപൂർവം പരിശ്രമിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ പോലും ഞാൻ പറയാൻ തയ്യാറാണ് ഈ കാര്യത്തെ സംബന്ധിച്ച്. നമുക്ക് അരുവിക്കര മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ഒരു സാമൂഹ്യ സ്വഭാവം, സാമൂഹ്യ ചേരിതിരിവുകൾ ഒക്കെ എങ്ങനെയാണ്? അത് എത്രമാത്രം LDFന് പ്രതീക്ഷ നൽകുന്നതാണ്? LDFന് നല്ല പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ഇന്ന് അരുവിക്കര. കാരണം ഈ തലസ്ഥാന ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായിട്ടുള്ള അത് തിരുവനന്തപുരം ജില്ലയ്ക്ക് ശുദ്ധജലം നൽകുന്നത് അരുവിക്കരയിൽ നിന്നാണ്. ഈ വെള്ളം ഈ വിധത്തിൽ ഇങ്ങനെ നഗരത്തിനെല്ലാം നൽകുന്ന അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ പോലും വാസ്തവത്തിൽ ആളുകൾക്ക് ശുദ്ധജലം അവിടെ ലഭ്യമല്ല. UDFൻ്റെ ഗവൺമെൻറ്റാണ് പ്രഖ്യാപിച്ചത് 8 ഗ്രാമപഞ്ചായത്തുകൾക്കും സമഗ്ര കുടിവെള്ള പദ്ധതി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ 4 കൊല്ലം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർക്ക് ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല. അരുവിക്കരയിൽ അവിടെ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള കൺവെൻഷൻ സെൻറ്റർ, അത് ഈ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനമാണ്, UDFൻ്റെ കഴിഞ്ഞ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ. ഇപ്പോഴും അവർക്ക് അവിടെ ഒരു കല്യാണ മണ്ഡപം പോലും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പാർലമെൻറ്റ് അംഗത്തിന് ഇടപെടാൻ കഴിയുന്നതിലൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം വികസന നായകന്മാരൊന്നുമല്ല, കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് പ്രാദേശിക വികസനം മുതലുള്ള വലിയ വിശാല രാഷ്ട്രീയം വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും അരുവിക്കരയിൽ ഇത്തവണ നടക്കാൻ പോകുന്നതെന്നാണോ? ഉറപ്പായും, നിശ്ചയമായും. എല്ലാ വിഷയങ്ങളും ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമല്ലോ. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുതൽ നമ്മുടെ വീട് ചർച്ച ചെയ്യും. പക്ഷേ ജനങ്ങളെ സ്വാധീനിക്കുന്നത്, ദീർഘകാലം അവിടെ MLA ആയിരുന്ന ഒരാൾ അകാലത്തിൽ മരിച്ചുപോയി. തുടർന്ന് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആ വൈകാരികതയിൽ ആണ് നടക്കുന്നത് എന്ന കാഴ്ചപ്പാടോടെയാണ് നിങ്ങളുടെ എതിരാളികൾ മുന്നോട്ട് പോകുന്നത് എന്നത് ഒരു സത്യമാണ്. അവിടെ നിന്ന് ആ ഒരു വിഷയത്തിൽ നിന്ന് മാറി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എത്രമാത്രമാണ്? എല്ലാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമാണ് ചർച്ച. ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് കൂടുതൽ സജീവമായി ചർച്ച ചെയ്യും. UDFന് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തത് കൊണ്ട് സഹതാപം എന്തെങ്കിലും ഈ വിധത്തിൽ അതിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വോട്ടായി ലഭിക്കുമെങ്കിൽ അത് കൊള്ളാം എന്നുള്ള നിലയിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നമുക്കുള്ള വ്യക്തിയോടുള്ള സ്നേഹം, ആദരവ്, ബഹുമാനം, ഒരു പക്ഷേ ഒരു സഹതാപം, അതെല്ലാം ഈ അഴിമതി നിറഞ്ഞ ഗവൺമെൻറ്റിന് അനുകൂലമായി ജനങ്ങൾക്ക് എങ്ങനെ വിധി എഴുതാൻ കഴിയും? ഞങ്ങളെ സഹായിക്കാത്ത ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതിയിൽ ഇത് മുങ്ങിക്കുളിച്ച് ആപാദചൂഢം അല്ലേ, ആപാദചൂഢം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു സർക്കാർ, ആ സർക്കാരിനെതിരായി വിധി എഴുതാൻ കിട്ടുന്ന ഒരു അവസരം എങ്ങനെ പാഴാക്കും?
എന്തിനു പാഴാക്കണം? മലയാളികളായിട്ടുള്ള ആളുകൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പല ആളുകളും കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ പലരും അങ്ങനെ ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന സ്ഥിതിയുണ്ട്. ഉത്തരേന്ത്യയിൽ പലരും ഇത്തരം കാര്യങ്ങളിൽ ഈ തമാശയാണെന്ന് ധരിക്കേണ്ട, മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് മലയാളത്തിൽ വർത്തമാനം പറയാൻ പോലും ഭയപ്പെടുന്നൊരു കാലം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എൻ്റെ ഡൽഹി ജീവിതത്തിൻ്റെയും ഉത്തരേന്ത്യയിൽ പലയിടത്തും ഞാൻ പോയിട്ടുള്ളതിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം ഞാൻ പറയുന്നതല്ല. മലയാളിയാണെന്നുള്ളതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കേരളീയരാണെന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വാസ്തവത്തിൽ ഈ അഴിമതിയുടെ ഇത്രമാത്രം പാപക്കറ നിറഞ്ഞതായിട്ടുള്ള മറ്റേതൊരു സർക്കാരാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഈ സുപ്രീം കോടതിയുടെ വിധി ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പടങ്ങൾ വയ്ക്കാൻ പാടില്ല പരസ്യങ്ങളിൽ നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എവിടെയെങ്കിലും പത്രം തുറക്കാൻ പറ്റുമായിരുന്നു, ഏതെങ്കിലും ടെലിവിഷൻ മാധ്യമം ഒന്ന് തുറന്നു വയ്ക്കാൻ പറ്റുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ശേഷം താങ്കൾ അരുവിക്കരയിൽ പോയിരുന്നോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഫീൽഡ് പറയുന്നത്? ഞാൻ എൻ്റെ പാർലമെൻ്ററി ജോലികൾക്കിടയിൽ ഈ മണ്ഡലത്തിൽ എൻ്റെ സമയം കണ്ടെത്തി അവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പാർലമെൻ്റ് അംഗമാണ്. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല, ഉപതെരഞ്ഞെടുപ്പിലെ ഒരു അന്തരീക്ഷം, ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവും ഞാൻ അവിടെ പല കാര്യങ്ങൾക്കും പോയിരുന്നു. സഖാവ് വിജയകുമാറിനോടൊപ്പമാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലും കവലകളിൽ ഞാൻ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് ഞാൻ പോയത്. എന്താണ് ഫീൽഡിലെ ഒരു ഫീൽ? നല്ല പ്രതികരണമാണ്. അവിടെ ജനങ്ങൾ നാട് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി. അദ്ദേഹം ആ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ അവിടെ തന്നെ ചെയ്ത ആളാണ്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി അവിടെ പാർട്ടി ബ്രാഞ്ച് തലത്തിൽ സംഘാടകനായി തുടങ്ങി DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി. ഈ അത്ഭുതാതരങ്ങളോടുകൂടി ലോകം വീക്ഷിച്ചൊരു സംഭവമുണ്ട്. ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്കും സാമ്രാജ്യത്വത്തിനുമെതിരായി അങ്ങനെ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ആ നാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഏറ്റവും നല്ല പൊതുപ്രവർത്തകരിലും നല്ല ഒരു നിയമസഭാ സാമാജികനും ഭരണകർത്താവുമായിട്ടുള്ള, അഴിമതിയുടെ കറ ലേശം പോലും പുരളാത്തതായിട്ടുള്ള, സൗമ്യനും ഏത് മനുഷ്യർക്കും എപ്പോഴും സമീപിക്കാൻ കഴിയുന്ന അത്തരത്തിൽ ഒരു ലാളിത്യത്തിൻ്റെ പ്രതീകമായ ഒരാൾ. അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ ആ നാട് സംഭാവന ചെയ്ത പഴയ കുട്ടിയാണ്, ആ നാട് വളർത്തിയെടുത്ത പഴയ യുവജന സംഘാടകനാണ്, യുവജന പ്രവർത്തകനാണ്. അങ്ങനെ ഒരാളാണ് അവിടെ മത്സരിക്കുന്നത്. CPIM അവിടെ മത്സരിച്ചിട്ടില്ല. ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളം അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെ നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ആവേശം നൽകുന്നൊരു കാര്യമാണ്. അത് പാർട്ടിയുടെയോ LDFൻ്റെയോ റാങ്ക് ആൻഡ് ഫയലിൽ മാത്രമല്ല. ഓരോ സ്ഥാനാർത്ഥികളായി പുറത്തു വന്നപ്പോൾ അപ്രതീക്ഷിതമായി വന്ന ഒരു സ്ഥാനാർത്ഥിത്വം ശ്രീ O രാജഗോപാലിൻ്റേതാണ്. BJP സംസ്ഥാനത്ത് വയ്ക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് പൊതുസമൂഹം കരുതുന്ന ഒരു വ്യക്തി അവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇരുമുന്നണിക്കും പ്രശ്നങ്ങളുണ്ടാക്കും, LDFന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും എന്ന വിലയിരുത്തലുകൾ സജീവമായിട്ടുണ്ട്. എന്തു പറയുന്നു? ശ്രീ O രാജഗോപാലിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുള്ള ആളാണ്. ഇവിടെ ശ്രീ രാജഗോപാൽ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ച് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവം, ആ അനുഭവം ഒരു തവണ കൂടി ആവർത്തിക്കാമെന്നുള്ളതല്ലാതെ അരുവിക്കരയിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കാനുള്ള വോട്ടുകളിൽ ഒരു വോട്ട് പോലും കുറയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടും ഭൂരിപക്ഷവും സഖാവ് വിജയകുമാറിന് ഇത്തവണ അവിടെ ലഭിക്കുക തന്നെ ചെയ്യും. അവിടെ ശ്രീ O രാജഗോപാൽ തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹം ഓടി എത്തിയ ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലമാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അരുവിക്കര എന്ന് ദയവ് ചെയ്ത് BJPക്കാർ പോലും ധരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തെത്തും. അതല്ലാതെ ഒന്നും സംഭവിക്കില്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനം LDF കാഴ്ചവെക്കും. ഉറപ്പായും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അരുവിക്കര മണ്ഡലത്തിൽ LDFൻ്റെ ലീഡ് 4000-ൽ പരമായിരുന്നു, 4100 ചില്ലാനം എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞു. അത് എത്രമാത്രം ഉയർന്നു വരും എന്ന ഒരു കണക്കെടുപ്പ് നടത്താൻ സമയമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? ആ കണക്കെടുപ്പ് LDFൻ്റെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്.
എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടേതായിട്ടുള്ള അതിൻ്റെ ഒരു ഏകദേശം കുറേ വിവരങ്ങൾ പാർട്ടി എന്നുള്ള നിലയിൽ LDF എന്നുള്ള നിലയിൽ അത്തരത്തിലുണ്ടാവും. ഇവിടെ മറ്റ് കണക്കെടുപ്പുകളും കാര്യങ്ങളും എല്ലാം വരാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എനിക്ക് ലഭിച്ചതിനേക്കാൾ നല്ല ഭൂരിപക്ഷം എന്നേക്കാൾ അനുഭവസമ്പത്തുള്ള മുതിർന്ന ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവായിട്ടുള്ള സഖാവ് വിജയകുമാറിന്, ആ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള സഖാവ് വിജയകുമാറിന് ഉറപ്പായും ലഭിക്കും. ഈ സർക്കാരിൻ്റെ ഭരണകാലത്ത് വന്ന ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ LDFനെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും മാറിയൊരു ചരിത്രം അരുവിക്കര രചിക്കും എന്ന് താങ്കൾക്ക് ഉറപ്പാണ്? എൻ്റെ മണ്ഡലം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ്, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചത് LDF ആണ്. എന്ന് മാത്രമല്ല LDF വിജയിക്കാതിരുന്ന, ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത, വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് എഴുതി തള്ളിയ വാർഡുകളിൽ പോലും ഞങ്ങളാണല്ലോ വിജയിച്ചത്. ഈ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം ഇതാണ്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഇത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആവും. ഇതൊരു ദിശാസൂചികയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും UDF ശിഥിലമാവും. കേരളത്തിൽ മുമ്പ് ഈ പ്രതിപക്ഷ ഏകോപന സമിതിയും കോൺഗ്രസിൻ്റെ ലൈസൺ കമ്മിറ്റിയും എല്ലാം വെച്ചിട്ടുള്ളൊരു മുന്നണി, കോൺഗ്രസ് ഐക്യകക്ഷി, പിന്നെ ഐക്യമുന്നണി സംവിധാനമായി അന്ന് ആൻ്റണി കോൺഗ്രസും RSPയും CPIയും എല്ലാം അങ്ങനെ ഒരു കാലവും ഒക്കെ ഉണ്ടായിരുന്നത്. 1979 തിരുവനന്തപുരം ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 ഉപതെരഞ്ഞെടുപ്പുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പിന്നീട് നടന്ന തലശ്ശേരി, പെരിങ്ങളം, തിരുവല്ല, പാറശാല, ഒരിക്കലും ജയിക്കില്ല എന്ന് പോലും പറഞ്ഞിരുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെ ജയിക്കാൻ കഴിഞ്ഞതും ആ വിജയത്തെ തുടർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായ ഒരു സ്ഥിതിയുണ്ട്. അതിൽ നല്ല വിജയം നേടാനായി CPIഎമ്മിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കഴിഞ്ഞതും 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രൂപീകരണം, കൃത്യമായൊരു പോളറൈസേഷൻ ആ വിധത്തിലുണ്ടായത്. ആ ഇടതു മുന്നണിയെ തകർക്കാനാണ് അന്നത്തെ ആൻ്റണി കോൺഗ്രസും കേരള കോൺഗ്രസും ഷിമാണി ഉൾപ്പെടെ ശ്രമിച്ചത്. ഞങ്ങൾ ഇത് വിട്ടുപോയാൽ പിന്നെ എന്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പോലും അഹങ്കാരത്തോടെ ചോദിക്കുകയുണ്ടായി. ആ വിട്ടുപോയവർ വിട്ടുപോയതിന് ശേഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തോടെ തിരിച്ചു വന്നതും എല്ലാം കേരളത്തിൻ്റെ ചരിത്രമാണ്. ഇതുപോലെ ഇവിടെ ചരിത്രം ഒരു പുതിയ അധ്യായം ഇവിടെ രചിക്കാൻ പോവുകയാണ്. അത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കരുത്തോടെ, വലിയ ശക്തിയോടെ തിരിച്ചു വരുന്നത് ഈ അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് 27-ാം തീയതി കഴിഞ്ഞ് 30-ാം തീയതി ഏതാണ്ട് ഇതേ സമയമൊക്കെ ആകുമ്പോൾ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും. വളരെയധികം സന്തോഷം.